നമ്മളെ സ്വന്തം കൊല്ലത്ത് നടന്ന ഒരു കഥയുമായിട്ടാണ് ഇന്ന് വരുന്നത്. കഥയല്ല, നടന്ന സംഭവമാണ്. 2 ദിവസം മുമ്പാണ് നടന്നത്. ഉദയകുമാർ ബബീക്ക ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. അവർ കൊല്ലത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ, ഉദയകുമാർ ആണെങ്കിൽ ഗൾഫിലാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്നും കുബൂസും തൈരും അടിച്ചിട്ടായാലും ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് ശമ്പളം മുഴുവൻ ഈ ഭാര്യയുടെ പേരിലേക്ക് ഇങ്ങനെ മുടങ്ങാതെ അയച്ചുകൊണ്ടിരിക്കും. ആ പാവം, നമുക്കറിയാലോ, വലിയ ജോലിയൊന്നുമല്ല. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും. അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഗൾഫിൽ നല്ല കഷ്ടപ്പെട്ട ജോലിയാണ്. വെൽഡിങ്ങോ ഇല്ലെങ്കിൽ ഡ്രൈവറോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഇദ്ദേഹം നല്ലൊരു വീട് വെച്ച് കൊടുത്തു. അതുപോലെ ഭാര്യയ്ക്കും മക്കൾക്കും നല്ല രീതിയിൽ താമസിക്കാനും യാത്ര ചെയ്യാനുമുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ആക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോഴാണ് തന്നെയുള്ള ഒരു ബിജു എന്ന് പറയുന്ന ഒരു നായ, പട്ടി എന്ന് പറയാം, ഈ പട്ടി മെല്ലെ വീട്ടിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയത്. അത് ഈ പാവം ഭർത്താവ് അറിയുന്നില്ല. അതായത് ഈ ബിജു എന്ന് പറയുന്നവനും അതുപോലെ ഈ ബബീക്ക എന്ന് പറയുന്നവനും 2 പേരും പാർട്ടിക്കാരാണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ ബിജുവിൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഇദ്ദേഹം ആദ്യം കോൺഗ്രസ് ആയിരുന്നു. അവിടുന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി. അപ്പോഴിദ്ദേഹം CPIയിലേക്ക് വന്ന് കയറി. CPIയിലേക്ക് വന്ന് കയറിയിട്ട് എന്തോ ഒരു തരികിട പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ CPMലേക്ക് വന്നത്. ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടും അതുപോലെ മറ്റേ പരിപാടിക്ക് പോയിട്ടും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നേരെ അടുത്ത പാർട്ടിയിലേക്കാണ്. അവിടെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ആൾക്കാരും ഉണ്ടാകും. അങ്ങനെ അവിടെ നിന്നും ഇവർക്കൊക്കെ വോട്ട് മാത്രം മതി. ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ രാഷ്ട്രീയക്കാർക്കില്ല. അതുകൊണ്ടല്ലേ അപ്പുറത്തുനിന്ന് എന്ത് എരപ്പാളിത്തരം ചെയ്തു കഴിഞ്ഞാലും ഇപ്പുറത്ത് സ്വീകരിക്കും, ഇപ്പുറത്ത് എന്ത് എരപ്പാളിത്തരം ചെയ്തു കഴിഞ്ഞാലും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വീകരിക്കും. ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മതി. കാരണം അവർക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട്, വേറെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ ലെവലിൽ അങ്ങനെ നിൽക്കണം. അങ്ങനെ ബിജു ഇപ്പോഴും അവസാനം എന്ന് പറഞ്ഞാൽ CPMലാണ്. അതുപോലെ ഈ ബബീക്ക എന്ന് പറയുന്ന സ്ത്രീയും അവരും ഒരു എന്താ പറയുക ഏതൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടിയും തമ്മിൽ ലിങ്കായതാണോ എന്നറിയില്ല. ഏതായാലും 5 ലക്ഷം രൂപയോളം ഈ ബിജു എന്ന് പറയുന്നവന് കൊടുക്കുന്നേ. ഈ പാവപ്പെട്ടവൻ ഇവിടുന്ന് അയക്കുന്ന പൈസയാണ്. ആലോചിച്ച് നോക്കണം. ഇവൻ ഇവിടുന്ന് മര്യാദയ്ക്ക് വെള്ളം പോലും കുടിക്കലുണ്ടാവില്ല. ഇവൻ പൈപ്പിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കൽ. എന്നിട്ട് ഇവനിക്ക് അയച്ചു കൊടുക്കുന്ന ആ പൈസ 5 ലക്ഷം രൂപ ഈ ഒരു ബിജു എന്ന് പറയുന്നവന് കൊടുത്തു. ബിജു എന്ന് പറയുന്നവന് കൊടുത്തത് എങ്ങനെയാണെന്ന് ഭർത്താവ് ചോദിക്കുമ്പോഴേ ഇന്ന് ഭർത്താവ് പറയുന്നത് ഇതാണ്. അതായത് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഭാര്യനെ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴേക്ക് ഭാര്യ എന്തെങ്കിലും ഒന്ന് പണയം വെച്ചിട്ട് ഇവന് പൈസ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് പൈസ കൊണ്ട് കൊടുക്കും. അതായത് ഈ ഭർത്താവിൻ്റെ വർത്തമാനത്തിൽ തന്നെയുണ്ട് ഈ ഭാര്യ നല്ലൊരു കെണിയിലാന്ന് പോയി വീണിരിക്കുന്നത്. ഇവൻ്റെ ഒരു കെണിയിൽ വീണ എല്ലാ ലക്ഷണവുമുണ്ട്. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞതിന് ശേഷം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് വന്നു. ഭർത്താവ് പിന്നെ വലിയ CCTV എല്ലാം വെച്ചിട്ടാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അരങ്ങ് കയറുന്നുണ്ടെങ്കിൽ എനിക്ക് ഗൾഫിൽ നിന്നേ കാണാമല്ലോ എന്നുള്ള തരത്തിൽ. അങ്ങനെ ഇപ്പോഴറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്കും ഇവനും കൂടിയിട്ട് ഈ പലിശ പരിപാടി ഉണ്ടെന്നോ, അതുപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക ഉടായിപ്പാണ്. ഇവന് ഒരു വീട്ടിൻ്റെ മുന്നിലൂടെ വഴി പോലും നടക്കാൻ ചില ആൾക്കാർ സമ്മതിക്കാത്ത ഒരുത്തനാണ്. അത്രയും തരം താണ, അത്രയും വൃത്തികെട്ട ഒരുത്തനാണ് ഈ ബിജു എന്ന് പറയുന്നവൻ. അവനെയാണ് ഈ സ്ത്രീ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പേര് ഇവൻ ഇട്ടിരിക്കുന്നത്. ഏതായാലും ആ കുടുംബം നശിച്ചില്ലേ. ആ ഒരു പാവപ്പെട്ട ഭർത്താവ്, അദ്ദേഹം ഇന്ന് വന്നിട്ട് ആ ടെൻഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലുത് തന്നെയാണ്. എന്നിട്ട് ഇന്ന് രണ്ടും കൂടി ആ വീട്ടിൽ വെച്ചിട്ട് തീർന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർന്നു. ഈ പാവത്തിന് 5 ലക്ഷം പോയില്ലേ. ഈച്ചകളിൽ 2 പേരും പോവുകയും ചെയ്തു, രക്ഷപ്പെടുകയും ചെയ്തു. ഈ പാവത്തിന് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഇത് എത്ര കാലം ജോലി ചെയ്യണം 5 ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട്? എത്ര ചൂട് കൊള്ളണം, എത്ര തണുപ്പ് കൊള്ളണം, അതുപോലെ എത്ര ഉറങ്ങാൻ സമയമില്ലാതെ 3-4 മണിക്കൂറാണ് ആകെ പ്രവാസികൾ ഉറങ്ങുന്നത്. 3-4 മണിക്കൂറാണ്. അത്രയും കഷ്ടപ്പാടാണ് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ചില ആൾക്ക് ഫോൺ ചെയ്യാനുണ്ട്, അതുപോലെ തുണി അലക്കാനുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പാടിനൊരു ഒടുവിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ട്രാഫിക് ബ്ലോക്കാണ്.
എന്നുള്ളതാണ്. റൂമിലെത്തുമ്പോൾ തന്നെ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിയുമെന്നുള്ളതാണ്. ഒരു സൈറ്റിൽ ജോലി കഴിഞ്ഞ് വണ്ടിയിൽ ഇരുന്ന് റൂമിലെത്തുമ്പോൾ 2 മണിക്കൂർ കഴിയും. പിന്നെ രാവിലെ വീണ്ടും 2 മണിക്കൂർ യാത്ര, 4 മണിക്കൂർ യാത്ര പോയി, 10 മണിക്കൂർ 11 മണിക്കൂറോളം ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഇവൻ ഉറങ്ങാൻ കിട്ടുന്നത് തുച്ഛമായ 5-6 മണിക്കൂറാണ്. അതിൻ്റെ അകത്ത് നിന്ന് 1 മണിക്കൂർ ഇവൻ ഫോൺ ചെയ്യാൻ നീക്കി വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവാസികളെ എങ്ങനെ വഞ്ചിക്കാൻ തോന്നി എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ചെറിയൊരു തെറ്റൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളൊരു ഭാര്യ ആണെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും ഇതേപോലെ പൈസ അയച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതെന്ന് പറയുന്ന ആരെങ്കിലും വന്നിട്ട് 100ക്ക് 10 കിട്ടുവട്ടാ, ഓന് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ 100ക്ക് 10, 100 ഉറുപ്പ്യ കൊടുത്താൽ 10 ഉറുപ്പ്യ പലിശ കിട്ടും. ഇത് കേൾക്കുമ്പോഴേക്ക് അങ്ങ് തുടങ്ങും, എൻ്റെടാ എന്നാൽ 100ന് 10, 200ന് 20, അങ്ങനെ പിന്നെ കണക്ക് കൂട്ടലായില്ലേ. ഈ ബാങ്കിൽ കിടക്കുന്ന വെറുതെയുള്ള പൈസയില്ലേ എന്നങ്ങ് കൊടുത്തേക്കാ, ഭർത്താവ് വരുമ്പോഴേക്ക് ഇവിടെ വെച്ചാൽ മതിയല്ലോ. ഇവനെ വിശ്വസിച്ചത് മൊത്തം പൈസ കൊടുക്കും. അവസാനം ഇവളുടെ എല്ലാം ഇവൻ കവർന്നെടുക്കും എന്നുള്ളതാണ്. കാരണം ആണും പെണ്ണും തമ്മിൽ പൈസ ഇടപാട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിധം ഉണ്ടാകും. അല്ലാതെ അവിടെ ഒരു ഇതും അവിടെ നിൽക്കൂല. അതുപോലെ ഏതെങ്കിലും പെണ്ണ് ഏതെങ്കിലും ഒരു ആണിനോട് പോയിട്ട് കടം ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൻ്റെ മനസ്സിൽ അപ്പോൾ ലഡു പൊട്ടുമെന്നുള്ളതാണ്. ഇനി എത്രത്തോളം വലിയ സഹോദര സ്നേഹമാണ്, അയൽവാസി സ്നേഹമാണ്, പാർട്ടി സ്നേഹമാണ്, രാഷ്ട്രീയക്കാര സ്നേഹമാണ്, ഇല്ലേ സഹപ്രവർത്തകനാണ്, സഹപാഠിയാണ്, കൂട്ടുകാരനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ വാങ്ങിച്ചിനോ അവിടെ അവിഹിതം നടന്നു എന്നുള്ളതാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട. പിന്നെ അതാണ്, നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോ, സമൂഹത്തിൽ ഇറങ്ങി നോക്ക്, അപ്പോഴും മനസ്സിലാകും. അപ്പോൾ ഈ പാവപ്പെട്ട ആ ഒരു ഭർത്താവിന് അദ്ദേഹം ആകെ എന്താ പറയേണ്ടത്, ഒരു വലിയ ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ 2 കുടുംബങ്ങളും അനാഥരായി, ഇവനും ഒരു കുടുംബമുണ്ട്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവനിത് സ്ഥിരം പരിപാടിയാണ്. ആദ്യം ഒരു പെണ്ണിനെ പ്രേമിച്ചു, അതിനെ കല്യാണം കഴിക്കേണ്ടി വന്നു അബദ്ധത്തിൽ. അങ്ങനെ കല്യാണം കഴിച്ച് അതിൽ 2 കുട്ടികളും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിൻ്റെ അടുക്ക പോയി, ആ പെണ്ണിൻ്റെ നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടിയിട്ട് അടിച്ചോടിച്ചാണ്. അപ്പോൾ ആ ഏരിയയിൽ ഇവൻ ഇനി പോയിക്കൂടാ. അങ്ങനെയാണ് ഇവൻ ഇവിടെ വന്നിട്ട് കൃഷി ഇറക്കിയത്, ഈ പാവപ്പെട്ട പ്രവാസിയുടെ വീട്ടിൽ. ആ പാവം ഇതൊന്നും അറിയാതെ ഇങ്ങനെ എത്രയെത്ര ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. എന്തൊരു അവസ്ഥയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ളത്, നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഓരോ പൈസയും ചെലവ് ചെയ്യുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവ് ചെയ്യാനുള്ള പൈസ കൊടുക്കരുത്. ഇവിടുന്ന് എല്ലാവരുടെയും വിചാരം ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഇങ്ങനെ കുലുക്കുന്ന സ്ഥലം എന്നാണ്. ഇവിടെ നിന്ന് അങ്ങനെ അയക്കല്ലേ വേണ്ടൂ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. അതുകൊണ്ടല്ലേ പിരിവിന് വന്നു കഴിഞ്ഞാലും പിന്നെ ഈ ഗൾഫുകാരെക്കാട്ടിയും നല്ല സാമ്പത്തികമുള്ളവർ പോലും 100 രൂപ കൊടുക്കുമ്പോൾ ഗൾഫുകാരൻ 500 രൂപ കൊടുക്കണം. അതാണ്. അതുകൊണ്ട് അവനെ പിഴിയാൻ എപ്പോഴും ആളുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും ആക്രാന്തം പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ആക്രാന്തത്തിൻ്റെ ഒരനുഭവമാണ് ഇന്ന് ആ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഏതായാലും ആ 2 പേരും തീർന്നു എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർന്നു. സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ഒരു സ്ത്രീക്ക് ഇങ്ങനെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ആലോചിച്ചാണ്. ഇവൻ എത്രമാത്രം ധൈര്യമുള്ളവനാണ്, അതുപോലെ ഇവൻ എത്രമാത്രം പിന്നെ മൈൻഡുള്ളവനാണ്. ഇവൻ ഈ വീട്ടിൽ ഇവൻ കയറിയത് കൊണ്ടല്ലേ, ഇവൻ ഇതിനു മുന്നേ ഈ വീട്ടിൽ കയറിയത് കൊണ്ടല്ലേ ഇത്രയും ധൈര്യത്തോടു കൂടി ആ വീട്ടിൽ കയറാനും ഈ സ്ത്രീയെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനുമുള്ള ധൈര്യം കിട്ടിയത്. ചില സമയത്തൊക്കെ ഈ ഭർത്താവ് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, അവിടെയൊന്നും നിയമവും കേസൊന്നും ഇല്ലേ, ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. പിന്നെ ഇവൻ്റെ 2-3 പ്രശ്നങ്ങൾ പാർട്ടിക്കാർ ഇടപെട്ടിട്ട് പിന്നെ ഒത്തുതീർപ്പാക്കി കൊടുത്തിട്ടാ. പെണ്ണ് കേസ്, അവിഹിത കേസ് തന്നെ, അതെല്ലാം ഒത്തുതീർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരമുണ്ട്. ആ നമസ്കാരം നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നോട്ട്. തെറിയാണെങ്കിൽ തെറി എന്തെന്നായാലും വരട്ടെ, അവിടുന്ന് കേൾക്കാൻ തയ്യാറാണ്. കാരണം എന്താണെന്നല്ലേ, കാരണം ഇതൊക്കെ ആർക്കെങ്കിലും ഒരാൾക്കും മനസ്സിലാവുമെങ്കിൽ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. മനസ്സിലായി? നാളെ ചാടിപ്പോവാൻ നിൽക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. നന്ദി, നമസ്കാരം.